世界の ഹലോ, വായോ വായോ, നമുക്കൊരു ഗിഫ്റ്റ് കാർഡ് ഉണ്ടാക്കിയാലോ? കമോണ്ട്, നമുക്കിന്ന് എന്താണ് ഒരു പ്രത്യേക ഗിഫ്റ്റ് കാർഡ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പേപ്പറിനെ മടക്കി ഒരു സൈഡ് അതിൻ്റെ ഹാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫ്രണ്ട് സൈഡിലാണ് വരേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ചെറിയ ചെറിയ ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ സ്റ്റിക്കി നോട്ട്സാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പേപ്പർ എടുക്കാം. സ്ക്വയർ ഷീറ്റ്, കുഞ്ഞ് സ്ക്വയർ ഷീറ്റ് ഇങ്ങനെ ഞാൻ കാണിക്കുന്ന പോലെ മടക്കിയ ശേഷം ഇതുപോലെ ഡിസൈൻ വരച്ചു കൊടുക്കണേ. ജസ്റ്റ് അങ്ങോട്ടും അങ്ങോട്ടും ഡിസൈൻ വരയ്ക്കുക. അതിനുശേഷം അതിനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്തെടുക്കും. ഇനി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി. അപ്പോൾ ഞാൻ ഒരു 2 കളർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഫ്ലവർ ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതിനുശേഷം ഇതിന് നമുക്കിങ്ങനെ സൈഡെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് മടക്കി അകത്തോട്ട് മടക്കുക കേട്ടോ. ഫ്ലവർ ആകട്ടെന്നേ, ഫ്ലവറിന് മടക്കി കൊടുക്കുവാന്നേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ 4 ഉണ്ടാക്കാം. അപ്പം ഞാനാകെ പിങ്കും യെല്ലോയും വരും. ഞാനിപ്പോൾ 6 ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്കാം. അപ്പം ഹാർട്ട് കട്ട് ചെയ്തതിൻ്റെ ഇങ്ങേപ്പുറത്തെ സൈഡില്ലേ പ്ലെയിൻ ആയിട്ടുള്ള, അവിടെ നമ്മളിത് വരച്ച് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുകയാണ്. ഇഷ്ടമുള്ളത് ഞാനിപ്പോൾ 6 ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഗ്ലൂ വെച്ച് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുകയാണ്. ആദ്യം ഒട്ടിച്ചതിൻ്റെ കാരണം വെച്ചാൽ ചിലപ്പം വളരെ തിന്നായിട്ടൊരു പേപ്പർ കീറിപ്പോകാതിരിക്കാൻ. ഇത് ഒട്ടിച്ച ശേഷം എന്ത് ചെയ്യണം, ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കോട്ട്സ് എഴുതി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫ്രണ്ടിൻ്റെ കോട്ട്സ്, നമ്മുടെ ടീച്ചറിന് ഇഷ്ടമുള്ള ആരുടെയിൽ ഇതിൽ കോട്ട്സ് എഴുതി കൊടുക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ഒരു ബർത്ത്ഡേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ബർത്ത്ഡേ അല്ലാതെ ഏത് ഒക്കേഷന് വേണം എടുക്കാം. പിന്നെ വെളിയിൽ നമുക്ക് ഗ്രീന് അതിൻ്റെ ഈ പെറ്റൽസും ഒക്കെ ഇല്ലാത്ത നമ്മൾ ലീഫൊക്കെ വേണ്ടേ, ആ ലീഫും പിന്നെ അതിൻ്റെ സ്റ്റെമ്മും ഒക്കെ വരച്ചു കൊടുക്കുക കേട്ടോ. ജസ്റ്റ് വരച്ചു കൊടുക്കുക. എൻ്റെ സ്കെച്ച് പെൻസിൽ പടരുന്നു തോന്നും, എന്നെ സാരില്ല, വരച്ചെടുക്കട്ടെ. അപ്പം ഇഷ്ടമുള്ള ഞാൻ കുഞ്ഞു ലീഫാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വലിയ ഇല വേണമെങ്കിലും ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക്. പിന്നെ ഇത് നടുക്ക് ഇപ്പം നിങ്ങൾക്ക് ഒന്നും കോട്ട്സ് എഴുതണ്ടെങ്കിൽ നിങ്ങൾ നടുക്ക് ഈ ഫ്ലവറിൻ്റെ നടുക്ക് ഇച്ചിരി ഒരു ഡോട്ടോ അല്ലെങ്കിൽ എന്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയോ സെൻറ്ററായിട്ട് ഒട്ടിക്കുക. അപ്പോൾ ഞാൻ അതിനകത്ത് കുഞ്ഞു കോട്ട്സ് എഴുതാൻ വേണ്ടിയാണ് എനിക്ക് മനസ്സിൽ തോന്നിയ കുഞ്ഞു കോട്ട്സ്. അപ്പോൾ നമുക്ക് അയക്കുന്നതോടനുസരിച്ച് നമുക്ക് കോട്ട്സ് എഴുതാൻ മാറാം കേട്ടോ. പിന്നെ ഓടിപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുന്നത്, ഇഷ്ടംപോലെ ലൈക്ക് അടിക്കുക, പിശി കാണിക്കുക, ഇഷ്ടംപോലെ ലൈക്ക് അടിച്ച് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാവുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാൻ 1 2 3 4 5 കോട്ട്സ് എഴുതി വെക്കുവാണ്. യു ആർ സ്പെഷ്യൽ എന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിനനുസരിച്ച്. ടീച്ചേഴ്സ് ഡേ ആണെങ്കിൽ അതിനനുസരിച്ച്, മദേഴ്സ് ഡേ ആണ് അതിനനുസരിച്ച്, ബർത്ത്ഡേ ആണെങ്കിൽ അനുസരിച്ച്. ഇപ്പോൾ ഞാൻ ബർത്ത്ഡേ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള അത് കോട്ട്സ് അതിനകത്ത് ശേഷം അതിനെങ്കിൽ വീണ്ടും വീണ്ടും മടക്കി വെക്കുക. തുറന്നിട്ട് വെക്കുക, വീണ്ടും മടക്കി നമുക്ക് അവനെ ഇതളിന് അടക്കി വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാത്തിനകത്തും ഇങ്ങനെ കോട്ട്സ് എഴുതുക. അപ്പം ഞാൻ പിങ്കോ ഇത് ഞാനൊരു യൂട്യൂബിൻ്റെ ഇൻസ്പയർ ചെയ്ത് എഴുതി ഉണ്ടാക്കുന്നതാണ്. അത് ഞാൻ മെൻഷൻ ചെയ്തോളാം കേട്ടോ. അപ്പം എൻ്റെ ഞാൻ ബ്ലാക്ക് കൊണ്ട് എഴുതുന്നത് വെച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലിറ്റർ പെൻ വെച്ച് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് വേണമെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കർ പോലെ എന്തെങ്കിലും ഇമേജസ് വരച്ച് കൊടുക്കാം, ക്യൂട്ടി ആക്കാം. ഇപ്പോൾ ക്യൂട്ടൊന്നും അധികം ആക്കുന്നില്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ എല്ലാത്തിനും എഴുതി. പിന്നെ ഇവിടെ നമുക്കിഷ്ടമുള്ള കോട്ട്സ് എഴുതുക, അല്ലെങ്കിൽ എന്തെങ്കിലും വേർഡ്സ് എഴുതുക, ലൈൻസ് എഴുതുക. അപ്പം ഞാൻ ചുമ്മാ എന്തെങ്കിലും എഴുതി കൊടുക്കുവാണ്. ഇതൊന്നും ഞാൻ അധികം സ്പീഡാക്കി വരയ്ക്കുന്നില്ല, കാരണം വെച്ചാൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന് വെച്ചുകൊണ്ടാണ്. ഒത്തിരി സ്പീഡാക്കിയാൽ ചിലപ്പം നമ്മൾ വരയ്ക്കുന്ന ഭാഗം മിസ്സായെങ്കിലെന്ന് വെച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് വിശേഷം, എല്ലാവർക്കും സുഖമല്ലേ? ഇങ്ങനത്തെ കാർഡാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ വേറെ എന്തെങ്കിലും ആണോ? നിങ്ങൾ ഇഷ്ടംപോലെ ലൈക്ക് ചെയ്യുന്ന ചാനലൊക്കെ മുന്നോട്ട് പോട്ടെ. പെട്ടെന്നൊന്നും റീച്ച് എത്തത്തില്ലെന്നറിയാം, എന്നാലും നമ്മളിത്തിരി ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്നില്ലേ. ഹാപ്പി ബർത്ത്ഡേക്കുള്ള ഹാപ്പി എന്നായിരുന്നു കേട്ടോ സ്റ്റൈലുണ്ട്. ആദ്യം ബ്ലാക്ക് കൊണ്ടാണ് വരച്ചത് ഞാൻ കാണാൻ വേണ്ടി. ബ്ലാക്കിന് പകരം വേറെ സ്കെച്ച് കൊണ്ടുകൊണ്ട് വരയ്ക്കാൻ. ഇനി നമ്മുടെ ഇത് മടക്കിയ ശേഷം നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഡിസൈൻ എന്തെങ്കിലും ചെയ്യണേ. ഞാൻ ചുമ്മാ എന്തെങ്കിലും ബർത്ത്ഡേക്ക് മാത്രം എഴുതിയ ശേഷം ചെറിയൊരു, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിക്കിങ്സ് ടൈപ്പിലെ ഈ സ്റ്റോൺ ടൈപ്പ് അല്ലെങ്കിൽ പേളിൻ ടൈപ്പൊക്കെ ഒട്ടിക്കുന്നില്ല, അതുണ്ടാക്കാം. പിന്നെ ഇങ്ങനെ ഒരു ചുമ്മാ എന്തെങ്കിലുമൊക്കെ അലങ്കോലപ്പെട്ട് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. വേണമെങ്കിൽ നമുക്ക് ടെഡി ബെയറിനെ വരയ്ക്കാം, അല്ലെങ്കിൽ എന്ത് വേണേൽ വരയ്ക്കാം. എനിക്ക് തോന്നുന്നു അങ്ങ് വരച്ചെന്ന്. എപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ അധികം ഇത് ക്യൂട്ടാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഇതുപോലത്തെ വരച്ചത് കേട്ടോ. അപ്പം ഇനി അടുത്ത ഏതെങ്കിലും പ്രത്യേകിച്ച് വീഡിയോ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധനം വെച്ച് ഒരു സ്റ്റോൺ ടൈപ്പ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഒട്ടിച്ച ശേഷം ഇനി നമ്മുടെ എല്ലാതും ഉണ്ട്, ഇത് അകത്തും ഞാൻ വെച്ച്. ഇനി ഞാൻ മാജിക് ഉണ്ടോ ആ ആ ആ ആ കേട്ടോ. പൂവെല്ലാം വിടർന്ന് വരുന്നുണ്ടോ? എങ്ങനെയുണ്ട്?